വെൽക്കം ബാക്ക് ടു എൻചാന്റഡ് ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസർ ഖാലിദ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളെ പഠനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സോട് കൂടി അന്തഃസ്രാവി ഗ്രന്ഥികളെ കുറിച്ചുള്ള ചാപ്റ്റർ അത് നമ്മൾ പഠിക്കാനായിട്ട് എന്തൊക്കെ പോർഷൻസ് ഉണ്ടോ അത് കംപ്ലീറ്റ് ആവും. അപ്പൊ നമുക്ക് അന്തഃസ്രാവി ഗ്രന്ഥികളിലെ ബാക്കി പോർഷൻസ് നമ്മള് എന്താണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ച് മനസ്സിലാക്കി. ഏതൊക്കെയാണ്? ഓക്സിറ്റോക്സിനും വാസോപ്രസിനും മനസ്സിലാക്കി. ഇതിലെ വാസോപ്രസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ വാസോപ്രസിൻ എന്ന് പറയുന്നത് എന്താണ്? വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ എന്ന് മനസ്സിലാക്കി അല്ലെ. ഇപ്പൊ വാസോപ്രസിന്റെ ഉൽപാദനം കൂടുന്നു. അപ്പോൾ എന്താണ്? വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണം കൂടുന്നു എന്നാണ് അർത്ഥം. ഇപ്പൊ വാസോപ്രസിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിൽ ജലത്തിന്റെ പുനരാഗിരണം എന്ത് ചെയ്യുന്നു? കൂടുന്നു മനസ്സിലാക്കാം. ഇനി വേനൽക്കാലത്ത് വിയർപ്പിലൂടെയും മറ്റും ശരീരത്തിൽ നിന്ന് ജലനഷ്ടം ഉണ്ടാകുന്നതിൽ വാസോപ്രസിൻ ഉൽപാദനം കൂടുതലായിരിക്കും. ശരീരത്തിൽ ജലം കൂടുതലായിട്ട് നഷ്ടപ്പെടുമ്പോൾ വാസോപ്രസിൻ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ വൃക്കകൾക്ക് ജലത്തിന് പുനഃസംഭരണം നടത്താൻ സാധിക്കൂ. അപ്പൊ പുനരാഗിരണം ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പൊ വൃക്കകള് ജലത്തെ പുനരാഗിരണം ചെയ്യുന്നത് എപ്പോൾ വേനൽക്കാലത്ത് വൃക്കകൾ കൂടുതൽ ജലത്തെ പുനരാഗിരണം ചെയ്യപ്പെടുന്നു. കാരണം എന്താണ്? വാസോപ്രസിൻ കൂടുതലായിട്ട് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. എന്നാൽ മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിൻ ഉൽപാദനം കുറവായിരിക്കും. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലം വലുതായിട്ട് നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് വാസോപ്രസിൻ ഉൽപാദനം കുറവായിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പൊ അവിടെ അതാണ് ശരീരത്തിൽ പുറത്തുള്ള മൂത്രത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം കൂടി നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് വാസോപ്രസിൻ ഉൽപാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണം കുറയുകയും കൂടിയ അളവിൽ മാത്രം മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യും. അപ്പൊ വാസോപ്രസിൻ ഉൽപാദനം കുറയുന്ന അവസരത്തിൽ വാസോപ്രസിൻ ഉൽപാദനം കുറയുമ്പോൾ വൃക്കയില് ജലത്തിന് പുനരാഗിരണം എന്ത് ചെയ്യുന്നു? അതനുസരിച്ച് കുറയുന്നു. ആ അവസരത്തില് കൂടിയ അളവിൽ എന്ത് ചെയ്യുന്നു? മൂത്രം പുറത്തേക്ക് പോകുന്നു. അപ്പൊ വാസോപ്രസിൻ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ ജലത്തിന് പുനരാഗിരണം നടക്കുകയും മൂത്രം അധികമായിട്ട് പോകാതിരിക്കുകയും ചെയ്യുള്ളൂ. അപ്പൊ വാസോപ്രസിൻ ഉൽപാദനം കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? വൃക്കയിൽ ജലത്തെ പുനരാഗിരണം ചെയ്യപ്പെടുന്നില്ല. അതിന്റെ അളവ് കുറഞ്ഞിരിക്കുന്ന അവസരത്തില് പുനരാഗിരണം ചെയ്യപ്പെടാത്തപ്പോൾ എന്താണ്? കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഈ അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. അപ്പൊ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് എന്താണ്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്ന വാസോപ്രസിൻ ഉൽപാദനം കുറയുന്ന അവസരത്തില് വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണം നടക്കുന്നില്ല. അപ്പം വളരെ അധികം അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുന്നു. ഈ അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. അപ്പൊ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. അത് ഈ വാസോപ്രസിന്റെ ഉൽപാദനം ബന്ധപ്പെട്ടിരിക്കുന്നു മനസ്സിലാക്കി വെക്കുക. അപ്പൊ വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്ന അവസരത്തിൽ ജലത്തിന്റെ പുനരാഗിരണം വൃക്കയിൽ നടക്കുന്നില്ല. ആ അവസ്ഥയിൽ മൂത്രം ധാരാളം പുറത്തു പോകുന്നു. അതിനെയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് കൂടെ ഓർത്തു വയ്ക്കുക. ഇനി കൂടിയുള്ള മൂത്ര വിസർജനം, കൂടിയ ദാഹം എന്നിവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ കൂടെ ഓർത്തു വയ്ക്കുക. അടുത്ത നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ലൈംഗിക ഹോർമോണുകളെ കുറിച്ചാണ്. ലൈംഗിക ഹോർമോണുകൾ, അതായത് നമ്മൾ പറഞ്ഞു അണ്ഡാശയവും അതുപോലെ വൃഷ്ണവും ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ലൈംഗിക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ്? അണ്ഡാശയവും അതുപോലെ വൃഷ്ണവും. അണ്ഡാശയവും വൃഷ്ണവുമാണ് ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് മനസ്സിലാക്കുക. ഇനി എന്താണ് അണ്ഡാശയം അതുപോലെ തന്നെ വൃഷ്ണം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി വൃഷ്ണം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ടെസ്റ്റോസ്റ്റിറോൺ. എന്താണ്? ടെസ്റ്റോസ്റ്റിറോൺ. അതായത് ലൈംഗിക സവിശേഷതയായ ശബ്ദമാറ്റം, രോമ വളർച്ച, ലൈംഗിക അവയവങ്ങളുടെ വളർച്ച, ബീജോത്പാദനം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് വെച്ചാൽ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ വൃഷ്ണമാണ് ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ടെസ്റ്റോസ്റ്റിറോണും അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ലൈംഗിക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? അണ്ഡാശയവും വൃഷ്ണവുമാണ് ലൈംഗിക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. സ്ത്രീകളിൽ അണ്ഡാശയമാണ് ലൈംഗിക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്, വൃഷ്ണമാണ് ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ അണ്ഡാശയം നമ്മൾ ആദ്യം വൃഷ്ണത്തെ കുറിച്ച് മനസ്സിലാക്കാം. വൃഷ്ണം ഉൽപ്പാദിപ്പിക്കുന്ന ലൈംഗിക ഹോർമോൺ ഏതാണെന്ന് വെച്ചാൽ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഇപ്പൊ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോർമോണിന്റെ ഉൽപാദനം കൊണ്ട് എന്തൊക്കെ ലൈംഗിക സവിശേഷത ഉണ്ടാകുന്ന വെച്ചാൽ ശബ്ദത്തിന്റെ മാറ്റം ഉണ്ടാകുന്നു, രോമ വളർച്ച, ലൈംഗിക അവയവങ്ങളുടെ വളർച്ച, ബീജോത്പാദനം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നത് ഏതാണ്? ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്നത് വൃഷ്ണം. അപ്പൊ വൃഷ്ണം ഉൽപ്പാദിപ്പിക്കുന്ന ലൈംഗിക ഹോർമോൺ ഏതാണെന്ന് വെച്ചാൽ ടെസ്റ്റോസ്റ്റിറോൺ ആണെന്ന് ഓർത്തു. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതാണ് ലൈംഗിക ഹോർമോണെ കുറിച്ചാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ലൈംഗിക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ലൈംഗിക അവയവങ്ങളാണ്. ഈ ലൈംഗിക അവയവങ്ങൾ അതായത് സ്ത്രീകളിൽ അണ്ഡാശയം എന്ന ലൈംഗിക അവയവമാണ്,
ലൈംഗിക ഹോർമോണുകളായ ഇസ്ട്രജൻ അതുപോലെ പ്രൊജസ്ട്രോണെ ഉൽപ്പാദിപ്പിക്കുന്ന മനസ്സിലാക്കുക. ഇനിയിപ്പോ നമ്മൾ മനസ്സിലാക്കിയ എന്താണ്, വൃഷ്ണം എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ലൈംഗിക അവയവമാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ലൈംഗിക ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ വൃഷ്ണം എന്ന് പറഞ്ഞ പുരുഷ ലൈംഗിക അവയവം ഉൽപ്പാദിപ്പിക്കുന്ന ലൈംഗിക ഹോർമോൺ ഏതാണെന്ന് വെച്ചാൽ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അപ്പൊ ആ ടെസ്റ്റോസ്റ്റിറോൺ എന്തൊക്കെ സവിശേഷതകൾ, ലൈംഗിക സവിശേഷതകളെ നിയന്ത്രിക്കുന്നതെന്ന് ചോദിച്ചാൽ ശബ്ദമാറ്റം, രോമ വളർച്ച, ലൈംഗിക അവയവങ്ങളുടെ വളർച്ച, അതുപോലെ ബീജോത്പാദനം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നതാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഇനി നമ്മുടെ സ്ത്രീകളിൽ അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന ലൈംഗിക ഹോർമോണുകളാണ് ഇസ്ട്രജനും പ്രൊജസ്ട്രോണും. ഇതാണ് ഇസ്ട്രജനും പ്രൊജസ്ട്രോണും സ്ത്രീകളിൽ അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന ലൈംഗിക ഹോർമോണുകളാണെന്ന് ഓർത്തു വയ്ക്കുക. ഇത് ഇസ്ട്രജൻ എന്ന് പറയുന്നത് ലൈംഗിക സവിശേഷതകൾ, അതുപോലെ അണ്ഡോത്പാദനം, ആർത്തവ ചക്രം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നത് സ്ത്രീകളിലെ അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഇസ്ട്രജൻ എന്ന ലൈംഗിക ഹോർമോൺ ആണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ എന്തൊക്കെയാണ് ലൈംഗിക സവിശേഷതകൾ? അണ്ഡോത്പാദനം, ആർത്തവ ചക്രം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നത് സ്ത്രീകളിലെ അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഇസ്ട്രജൻ എന്ന ലൈംഗിക ഹോർമോൺ ആണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന മറ്റൊരു ലൈംഗിക ഹോർമോൺ, അത് അണ്ഡാശയം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അത് എന്തിനെ സഹായിക്കുന്നു? അണ്ഡോത്പാദനം, ആർത്തവ ചക്രം, ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തുക എന്നിവയുടെ നിയന്ത്രണമാണ് എന്നിവയാണ് അതിന്റെ ധർമ്മം എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നതും അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന ലൈംഗിക ഹോർമോൺ ആണ്. അതിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്ന് പറയുന്നത് അണ്ഡോത്പാദനം, ആർത്തവ ചക്രം, ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തുക എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നത് ഏത് ഹോർമോൺ ആണ്? അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ ആണെന്ന് ഓർത്തു വയ്ക്കുക. അതാണ് നമ്മൾ ലൈംഗിക ഹോർമോണെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ലൈംഗിക ഹോർമോണുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അതായത് അണ്ഡാശയവും വൃഷ്ണവുമാണ് ലൈംഗിക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് മനസ്സിലാക്കുക. സ്ത്രീകളിലെ അണ്ഡാശയവും പുരുഷന്മാരുടെ വൃഷ്ണവുമാണ് ലൈംഗിക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഓർത്തു വയ്ക്കുക. ഇനി അണ്ഡാശയം എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കുന്ന ലൈംഗിക ഹോർമോണുകളാണ് ഇസ്ട്രജനും പ്രൊജസ്ട്രോണും. ഇനി വൃഷ്ണം എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കുന്ന ലൈംഗിക ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്നും ഓർത്തു. അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് ഹൈപ്പോതലാമസിനെ കുറിച്ചാണ്. അപ്പൊ മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് തന്നെ മസ്തിഷ്കത്തിന്റെ ഭാഗമാണ്. അതൊരു അന്തസ്രാവി ഗ്രന്ഥിയുമാണെന്ന് കൂടെ ഓർത്തു വെക്കുക. അപ്പൊ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് മസ്തിഷ്കത്തിന്റെ ഭാഗമാണ്, അതൊരു അന്തസ്രാവി ഗ്രന്ഥിയാണെന്ന് കൂടെ ഓർത്തു വെക്കുക. അപ്പൊ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അന്തസ്രാവി ഗ്രന്ഥി കൂടെയാണെന്ന് കൂടെ ഓർത്തു വെക്കുക. ഇനി ഇത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി മറ്റു അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നു. ഹൈപ്പോതലാമസ് എന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ്, അത് ഒരു അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. ഇത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുപോലെ തന്നെ അതുവഴി മറ്റുള്ള അന്തസ്രാവി ഗ്രന്ഥികളെ നിയന്ത്രിക്കുന്നു. ഏതായ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ്, അത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി മറ്റു അന്തസ്രാവി ഗ്രന്ഥികളെ നിയന്ത്രിക്കുന്നെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ച് അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത്, അതായത് വിവിധതരം റിലീസിംഗ് ഹോർമോണുകളും ഇൻഹിബിറ്ററി ഹോർമോണുകളും ഉൽപ്പാദിപ്പിച്ച് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെ മൊത്തമായി നിയന്ത്രിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഹൈപ്പോതലാമസ് മസ്തിഷ്കത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു, ഇനി അത് അന്തസ്രാവി ഗ്രന്ഥിയാണെന്ന് പറഞ്ഞു. അത് മാത്രമല്ല മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയും അതുവഴി മറ്റു അന്തസ്രാവി ഗ്രന്ഥികളെയും ആര് നിയന്ത്രിക്കുന്നു? ഹൈപ്പോതലാമസ് നിയന്ത്രിക്കുന്നു എന്ന് മനസ്സിലാക്കി. ഇനി ഹൈപ്പോതലാമസ് വിവിധതരം റിലീസിംഗ് ഹോർമോണുകൾ അതുപോലെ ഇൻഹിബിറ്ററി ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് ഇൻഹിബിറ്ററി ഹോർമോണുകളും റിലീസിംഗ് ഹോർമോണുകളും ആര് ഉൽപ്പാദിപ്പിക്കുന്നു? ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്നു. എന്നിട്ട് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഹൈപ്പോതലാമസ് എന്താണ്? റിലീസിംഗ് ഹോർമോണുകളും അതുപോലെ ഇൻഹിബിറ്ററി ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയും അതുവഴി മറ്റു അന്തസ്രാവി ഗ്രന്ഥികൾ, അതായത് മൊത്തത്തിൽ അന്തസ്രാവി വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന റിലീസിംഗ് ഹോർമോണുകൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തെ ഉത്തേജിപ്പിച്ച് ട്രോപ്പിക് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന റിലീസിംഗ് ഹോർമോണുകളെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ട്രോപ്പിക് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. അത് ഏതൊക്കെയാണ്? TSH, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഇനി അതുപോലെ തന്നെ അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ അല്ലെങ്കിൽ ACTH, പിന്നെ ഗൊണാഡോട്രോപിക് ഹോർമോൺ GTH, ഇതൊക്കെയാണ് ട്രോപ്പിക് ഹോർമോൺസുകൾ. അത് എന്താണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉത്തേജിക്കപ്പെട്ടാണ് ഉണ്ടാകുന്നത്. അതിന് ഹൈപ്പോതലാമസ് റിലീസിംഗ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ആ റിലീസിംഗ് ഹോർമോണുകളാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തെ ഉത്തേജിപ്പിച്ച് ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഓർത്തു വയ്ക്കും. ഇനി ഇൻഹിബിറ്ററി ഹോർമോണുകൾ എന്ന് പറയുന്ന മറ്റൊരു തരം ഹോർമോണുകൾ ഹൈപ്പോതലാമസ് സ്രവിക്കുന്നുണ്ട്. ഈ ഇൻഹിബിറ്ററി ഹോർമോൺ എന്താണ് ചെയ്യുന്നത്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഹോർമോണുകളെ ഉൽപ്പാദനത്തെ തടയുന്നു. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഈ ട്രോപ്പിക് ഹോർമോൺ ഉൽപ്പാദനത്തെ തടയുന്നതാണ് ഹൈപ്പോതലാമസിലെ ഇൻഹിബിറ്ററി ഹോർമോണുകളുടെ ധർമ്മം എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഹൈപ്പോതലാമസ് റിലീസിംഗ് ഹോർമോൺ ഈ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു.
എന്നാൽ ഇൻഹിബിറ്ററി ഹോർമോൺ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഉൽപാദനത്തെ തടയുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയും മൊത്തത്തിൽ അന്തസ്രാവ വ്യവസ്ഥയും നിയന്ത്രിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയാണ് നമ്മൾ ഹൈപ്പോതലാമസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് അതിന്റെ ആശയവിനിമയത്തിന് ഈ ഈ ജീവജാലങ്ങൾ എത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് നിശ്ചിത പാതയിലൂടെ ഉറുമ്പുകൾ വരിവരിയായി സഞ്ചരിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഈ നിശ്ചിത പാതയിലെ ഉറുമ്പുകൾ വരിവരെ സഞ്ചരിക്കുന്ന കാരണം ഇവ ഒരു രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ രാസവസ്തുവിന്റെ സാന്നിധ്യം മൂലമാണ് അവർക്ക് ആ വഴി മനസ്സിലാക്കിക്കൊണ്ട് അവർ ഒരേ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഓർത്തു വയ്ക്കുക. അപ്പൊ ഇതിൽ ആശയവിനിമയത്തിന് ചില ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് ശ്രവിക്കുന്ന രാസവസ്തുക്കളെയാണ് ഫിറമോണുകൾ എന്നറിയപ്പെടുന്നതാണ്. ഫിറമോണുകൾ. അപ്പൊ എന്താണ്? ആശയവിനിമയത്തിന് സഹായിക്കും ജന്തുക്കൾക്ക് ചുറ്റുപാടിലെ ജന്തുക്കൾ ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് അവയെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ശരീരം ശ്രവിക്കുന്ന രാസവസ്തുക്കളാണ് ഫിറമോണുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആശയവിനിമയത്തിന് ചില ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് ശ്രവിക്കുന്ന രാസവസ്തുക്കളാണ് ഫിറമോണുകൾ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറഞ്ഞാൽ ഇണയെ ആകർഷിക്കൽ, ഭക്ഷ്യലഭ്യത അറിയിക്കൽ, സഞ്ചാരപാത നിർണ്ണയിക്കൽ, അപകട സാധ്യത അറിയിക്കൽ എന്നിവയാണ് ഫിറമോണുകളുടെ ഉപയോഗം എന്ന് ഓർത്തുവയ്ക്കുക. അപ്പൊ ആശയവിനിമയത്തിനായി ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് ശ്രവിക്കുന്ന രാസവസ്തുക്കളാണ് എന്ത്? ഫിറമോണുകൾ എന്ന് ഓർത്തുവയ്ക്കുക. ഈ തേനീച്ച, ചിതലുകൾ എന്നിവ കോളനിയിൽ ജീവിക്കുന്നത് ഈ ഫിറമോണുകൾ വെച്ച് രാസവസ്തുക്കളുടെ സന്ദേശങ്ങൾ ആ സന്ദേശങ്ങൾ മനസ്സിലാക്കിയാണെന്ന് കൂടെ ഓർത്തുവയ്ക്കുക. ഇനി പ്രധാനപ്പെട്ട ഫിറമോണുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കസ്തൂരിമാനിലെ കസ്തൂരി, വെരികിലെ സിവറ്റോൺ, അതുപോലെ പെൺ പട്ടുനൂൽ ശലഭത്തിലെ ബോംബിക്കോൾ എന്നിവ ഫിറമോണുകൾക്ക് ഉദാഹരണമാണ്. ഫിറമോൺ എന്താണ്? ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് ഈ ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് ശ്രവിക്കുന്ന രാസവസ്തുക്കളാണ് ഫിറമോണുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഫിറമോണുകൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ കസ്തൂരിമാനിലെ കസ്തൂരി, അതുപോലെ തന്നെ വെരികിലെ സിവറ്റോൺ, അതുപോലെ തന്നെ പെൺ പട്ടുനൂൽ ശലഭത്തിലെ ബോംബിക്കോൾ എന്നിവ ഫിറമോണുകൾക്ക് ഉദാഹരണമാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി കാർഷിക മേഖലയിൽ ഈ ഫിറമോണുകൾ ഉപയോഗപ്പെടുത്തി എന്താണ് കീടനാശിനി നിയന്ത്രണ മാർഗം വരെ അവലംബിച്ചിട്ടുണ്ട്. അപ്പൊ കാർഷിക മേഖലയിൽ കൃത്രിമ ഫിറമോണുകളാണ് ഉപയോഗപ്പെടുത്തുന്നത്. അതിന് കീടനാശിനി ആയിട്ട് ഉപയോഗിക്കുന്നതും കൂടെ ഓർത്തു വയ്ക്കും. കാർഷിക മേഖലയിൽ കൃത്രിമ ഫിറമോണുകൾ ഉത്പാദിപ്പിച്ച് കീടനാശിനി ആയിട്ട് ഉപയോഗിക്കുന്നതും കൂടെ ഓർത്തു വയ്ക്കും. അപ്പൊ ഇത്രയാണ് ഫിറമോണുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അടുത്തത് നമ്മൾ ഈ പാഠഭാഗത്തിൽ ഇനി മനസ്സിലാക്കാനുള്ളത് സസ്യ ഹോർമോണുകളെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഇത്ര നേരം മനസ്സിലാക്കിക്കൊണ്ടത് മനുഷ്യന്റെ അന്തസ്രാവ വ്യവസ്ഥയെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ഇനി ഈ പാഠഭാഗത്തിൽ സസ്യ ഹോർമോണെ കുറിച്ച് കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് അന്തസ്രാവ വ്യവസ്ഥയും മനുഷ്യ ശരീരത്തെ ഹോർമോണുകളെ കുറിച്ചൊക്കെയാണ്. അപ്പൊ അത് നമ്മൾ ഇത്രയും കാര്യങ്ങളാകുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആവും. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് സസ്യ ഹോർമോണുകൾ, ഏതാനും കുറച്ച് സസ്യ ഹോർമോണുകൾ, അതിന്റെ ധർമ്മങ്ങളും ഒന്ന് നമുക്ക് മനസ്സിലാക്കി പോവാം. സസ്യ ഹോർമോണെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സസ്യ ഹോർമോൺ മനുഷ്യ ശരീരത്തിലുള്ളതുപോലെ തന്നെ സസ്യങ്ങളിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്തതാണ് സസ്യ ഹോർമോണുകൾ. സസ്യങ്ങളിലെ ജീവൽ പ്രവർത്തനം നിയന്ത്രിക്കുകയും ചെയ്യുന്നത് എന്താണ്? സസ്യ ഹോർമോണാണ്. ഈ സസ്യ ഹോർമോൺ സസ്യ വളർച്ചയെ നിയന്ത്രിക്കുന്ന വസ്തുക്കളായതിനാൽ ഇതിനെ സസ്യ വളർച്ചാ നിയന്ത്രക വസ്തുക്കൾ എന്നും അറിയപ്പെടുന്നു. അപ്പൊ സസ്യ ഹോർമോണുകളെ സസ്യ വളർച്ചാ നിയന്ത്രക വസ്തുക്കൾ എന്നും അറിയപ്പെടുന്നു. ഇനി സസ്യ ഹോർമോൺ, അതായത് സസ്യ ഹോർമോൺ പ്ലാന്റ് ഹോർമോൺസിനെ പ്ലാന്റ് റെഗുലേറ്റർ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, അതായത് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് സസ്യ വളർച്ചാ നിയന്ത്രക വസ്തുക്കൾ എന്നും അറിയപ്പെടുന്നു. ഇനി പ്രധാനമായി സസ്യ ഹോർമോണുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഓക്സിൻ, ജിബർലിൻ, സൈറ്റോകൈനിൻ. അതിൽ നമ്മൾ ആദ്യം ഓക്സിനെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഓക്സിൻ എന്ന് പറയുന്ന സസ്യ ഹോർമോണിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? കോശ വളർച്ച, കോശ ദീർഘീകരണം, അതുപോലെ തന്നെ അഗ്രമുകുളത്തിന്റെ വളർച്ച, ഫലരൂപീകരണം. ഇതൊക്കെയാണ് കോശ ദീർഘീകരണം, കോശ വളർച്ച, അഗ്രമുകുളത്തിന്റെ വളർച്ച. അപ്പൊ ഓക്സിൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഗ്രമുകുളങ്ങൾ വളർന്നത് ഏത് സസ്യ ഹോർമോണിന്റെ സഹായത്തോടെയാണെന്ന് ചോദിച്ചാൽ ഓക്സിൻ എന്ന സസ്യ ഹോർമോണിന്റെ സഹായത്തോടെയാണ് അഗ്രമുകുളങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അഗ്രമുകുളത്തിന്റെ വളർച്ച, അപ്പൊ അഗ്രമുകുളങ്ങൾ പറഞ്ഞാൽ അവിടെ എന്താ? കോശ വളർച്ച ഉണ്ടാകണം അല്ലെ? അപ്പൊ കോശ വളർച്ച ഉണ്ടാകണം. ഇനി കോശം വളർന്ന് അഗ്രങ്ങളുടെ മുകുളം വളർച്ച ഉണ്ടാകുന്ന കോശത്തിന് എന്താണ് സംഭവിക്കുന്നത്? കോശം ദീർഘീകരിക്കണം. അപ്പൊ കോശ ദീർഘീകരണം അവിടെ ഉണ്ടാകണം. അതുപോലെ ഫലരൂപീകരണം. ഈ മൂന്ന് കാര്യങ്ങളാണ് ഓക്സിൻ എന്ന് പറയുന്ന സസ്യ ഹോർമോൺ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഓക്സിൻ സസ്യ ഹോർമോൺ? എന്തിനൊക്കെ നിയന്ത്രിക്കുന്നു? അഗ്രമുകുളത്തിന്റെ വളർച്ചയെ നിയന്ത്രിക്കുന്നു, കോശ വളർച്ചയെ നിയന്ത്രിക്കുന്നു, അതുപോലെ കോശ ദീർഘീകരണം, അതുപോലെ തന്നെ ഫലരൂപീകരണം. ഇത് മൂന്നും ആരുടെ നിയന്ത്രണത്തിലാണ്? സസ്യ ഹോർമോൺ ഓക്സിന്റെ നിയന്ത്രണത്തിലാണ്. ഓർത്തു വയ്ക്കുക. അടുത്ത ഹോർമോൺ ആണ് ജിബർലിൻ. എന്താണ്? ജിബർലിൻ എന്ന ഹോർമോണിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് സമൃദ്ധ ആഹാരത്തെ വിഘടിച്ച് വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കും. സംഭരിച്ചു വെക്കുന്ന ആഹാരത്തെ വിഘടിച്ച് വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ ഇലവിരിയൽ, ഇതിനെ സഹായിക്കുന്ന ഹോർമോണും സസ്യ ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ജിബർലിൻ ആണെന്ന് ഓർത്തു. ഇലവിരിയൽ എന്ന് പറയുന്നത് ഏത് സസ്യ ഹോർമോണിന്റെ സഹായത്തോടെ നടക്കുന്നതാണെന്ന് വെച്ചാൽ ജിബർലിൻ ആണ്.
അതേ ജിബർലിൻ തന്നെയാണ് സമൃദ്ധ ആഹാരത്തെ വിഘടിച്ച് വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്നതെന്ന് കൂടെ ഓർത്തു വയ്ക്കും. അടുത്തത് സൈറ്റോകിനിൻ ആണ്. സൈറ്റോകിനിൻ എന്ന് പറയുന്ന ഹോർമോൺ, സസ്യ ഹോർമോൺ എന്തിനു സഹായിക്കുന്നു? കോശ വളർച്ചയും അതുപോലെ തന്നെ കോശ വിഭജനവും. അതുപോലെ കോശം വിഭജിച്ച് കോശം വിവിധ വേറെ പല പല കോശങ്ങളായിട്ട് മാറുന്നു. അതിന് കോശ വൈവിധ്യവൽക്കരണവും നടക്കും. കോശ വിഭജനം അതുപോലെ കോശ വൈവിധ്യവൽക്കരണം ഒക്കെ ഏത് സസ്യ ഹോർമോൺ സഹായത്തിൽ നടക്കുന്നതാണ്? സൈറ്റോകിനിൻ എന്ന സസ്യ ഹോർമോണിന്റെ സഹായത്തോടെയാണ് നടക്കുന്നത് ഓർത്തു വെക്കുക. അപ്പൊ ഇത് മൂന്നും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓക്സിൻ, ജിബർലിൻ, സൈറ്റോകൈൻ. മറ്റ് രണ്ട് സസ്യ ഹോർമോണെ കുറിച്ച് മനസ്സിലാക്കാം. ഒന്ന് അബ്സിസിക് ആസിഡും അടുത്ത എത്തിലീനുമാണ്. അബ്സിസിക് ആസിഡ് എന്ന സസ്യ ഹോർമോൺ ധർമ്മം എന്ന് വെച്ചാൽ ഭ്രൂണത്തിന്റെ സുപ്താവസ്ഥ അതുപോലെ പാകമായ ഇലകൾ, കായ്കൾ എന്നിവയുടെ പൊഴിയലാണ്. അപ്പൊ എന്താണ്? ഭ്രൂണത്തിന്റെ സുപ്താവസ്ഥ അതുപോലെ പാകമായ ഇലകൾ, കായ്കൾ എന്നിവ പൊഴിയുന്നത് ഏത് ഹോർമോണിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്? അബ്സിസിക് ആസിഡ് എന്ന് പറഞ്ഞ ഹോർമോൺ ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. ഭ്രൂണത്തിന്റെ സുപ്താവസ്ഥ, പാകമായ ഇലകളും കായ്കളും പൊഴിയുന്നതും എല്ലാം സസ്യ ഹോർമോൺ അബ്സിസിക് ആസിഡ് നിയന്ത്രണത്തിലാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത മറ്റൊരു സസ്യ ഹോർമോൺ എത്തിലീൻ. ആ എത്തിലീൻ എന്ന ഹോർമോൺ നിയന്ത്രിക്കുന്ന എന്തൊക്കെയാണ്? ഇലകളും ഫലങ്ങളും പാകമാകുമ്പോൾ പാകമാകുന്നത് ഏത് ഹോർമോണിന്റെ നിയന്ത്രണത്തിലാണ്? എത്തിലീൻ എന്ന ഹോർമോൺ നിയന്ത്രണത്തിലാണ് ഇലകളും ഫലങ്ങളും പാകമാകുന്നത്. ഇലകളും ഫലങ്ങളും പാകമാകുന്നത് ഏത് ഹോർമോണിന്റെ നിയന്ത്രണത്തിലാണ് വെച്ചാൽ എത്തിലീൻ എന്ന സസ്യ ഹോർമോൺ നിയന്ത്രണത്തിലാണ്. അതുപോലെ തന്നെ എത്തിലീൻ എന്ന സസ്യ ഹോർമോണിന്റെ സാന്നിധ്യം കൊണ്ട് കൂടിയ അളവിൽ ഇലകളും പഴങ്ങളും പൊഴിയുകൂടി ചെയ്യുന്നതും കൂടെ ഓർത്തു വെക്കുക. അപ്പൊ ഈ എത്തിലീൻ എന്ന് പറയുന്ന സസ്യ ഹോർമോൺ ഇലകളും ഫലങ്ങളും പാകമാകുന്നതിന് സഹായിക്കുന്നു. അതുപോലെ കൂടിയ അളവിലായാൽ ഈ എത്തിലീൻ എന്ന ഹോർമോണിന്റെ അളവ് കൂടിയാൽ ആ ഇലകളും പഴങ്ങളും പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു കൂടെ ഓർത്തു വെക്കും. അപ്പൊ ഇലകളും പഴങ്ങളും പൊഴിയാൻ സഹായിക്കും. പാകമായ ഇലകളും കായ്കളും പൊഴിയാൻ സഹായിക്കുന്നതാണ് ഏത്? അബ്സിസിക് ആസിഡ്. ഇവിടെ എത്തിലീൻ എന്ന് പറയുന്ന ഹോർമോൺ അധികമായാൽ എന്താണ്? ഈ ഇലകളും പഴങ്ങളും പൊഴിഞ്ഞു പോകുന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട സസ്യ ഹോർമോണുകളാണ് ഓക്സിൻ, ജിബർലിൻ, സൈറ്റോകിനിൻ, അതുപോലെ അബ്സിസിക് ആസിഡ്, എത്തിലീൻ എന്നും കൂടെ ഓർത്തു വെക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഫിറമോണുകളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ കൃത്രിമ ഫിറമോണുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഇവിടെയും കൃത്രിമ സസ്യ ഹോർമോണുകൾ ഉണ്ട്. അതായത് സസ്യങ്ങളെ സ്വാഭാവിക ഹോർമോണുകളെ രാസഘടന തിരിച്ചറിഞ്ഞ് കൃത്രിമമായി ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഇവയുടെ ഉപയോഗം കാർഷിക മേഖലയിലെ പുരോഗതിക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇവയാണ് കൃത്രിമ ഹോർമോണുകൾ എന്ന് പറഞ്ഞത്. കൃത്രിമ സസ്യ ഹോർമോണുകൾ എന്ന് പറയുന്നത് എന്താണ്? സ്വാഭാവിക ഹോർമോണുകളുടെ രാസഘടന തിരിച്ചറിഞ്ഞ് കൃത്രിമമായി ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നു. അതിന്റെ കാർഷിക മേഖലയിൽ അത് ഉപയോഗപ്പെടുത്തുന്നു. അപ്പൊ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കൃത്രിമ സസ്യ ഹോർമോൺ ഉപയോഗപ്പെടുത്തുന്നു മനസ്സിലാക്കി വെക്കുക. ഇനി ഓക്സിനുകൾ എന്ന് നമ്മൾ പറഞ്ഞു ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്ന തടയൽ, വേര് മുളപ്പിക്കൽ, കളകളെ നശിപ്പിക്കൽ എന്നിവ ആവശ്യമായ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന ഏത് സസ്യ ഹോർമോൺ വെച്ചാൽ ഓക്സിനുകളാണ്. അപ്പൊ ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയുന്നതിനും വേര് മുളപ്പിക്കലിനും അതുപോലെ കളകളെ നശിപ്പിക്കലിനും ഈ കാർഷിക ഉപയോഗപ്പെടുത്തുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിനുകളാണെന്ന് ഓർത്തു വയ്ക്കും. ഇനി ജിബർലിനുകൾ ജിബർലിൻ എന്താണ്? മുന്തിരി, ആപ്പിൾ മുതലായ ഫലങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിനും മാർക്കറ്റിംഗ് സൗകര്യത്തിൽ ഫലങ്ങൾ പഴുക്കുന്നതും തടയുന്നതിനും ഉപയോഗിക്കുന്നു. അപ്പൊ മാർക്കറ്റിംഗ് സൗകര്യത്തിൽ ഫലങ്ങൾ പെട്ടെന്ന് പഴുക്കുന്നതും തടയുന്നതും സഹായിക്കാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഹോർമോൺ ഏതാണ്? ജിബർലിൻ എന്ന സസ്യ ഹോർമോണാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇനി എത്തിലീൻ എന്ന് പറയുന്ന സസ്യ ഹോർമോൺ പൈനാപ്പിൾ ചെടികൾ ഉദ്ദേശിച്ച് പുഷ്പിക്കാനും തക്കാളി, ചെറുനാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ പഴങ്ങൾ പഴുപ്പിക്കാനും ഉപയോഗിക്കുന്നു. എത്തിഫോൺ എന്ന പേരിൽ ദ്രാവക രൂപത്തിൽ ലഭിക്കുന്ന പദാർത്ഥം റബ്ബർ മരങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ എത്തിലീനായി മാറി റബ്ബറിൽ പാൽ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ റബ്ബറിൽ പാൽ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ എത്തിലീൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ എന്താണ് ദ്രാവക രൂപമായ എത്തിഫോൺ ആണ് ഉപയോഗപ്പെടുത്തുന്നതും കൂടെ ഓർത്തു വയ്ക്കുക. അപ്പൊ എത്തിഫോൺ എന്ന ദ്രാവക രൂപത്തിൽ ലഭിക്കുന്ന പദാർത്ഥം റബ്ബർ മണ്ണിൽ ഉപയോഗിക്കുമ്പോൾ എത്തിലീൻ ആയത് മാറുന്നു. എന്നിട്ട് റബ്ബറിലെ പാൽ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതും കൂടെ ഓർത്തു വയ്ക്കുക. ഇനി അബ്സിസിക് ആസിഡ് എന്ന് പഴവർഗ്ഗ സസ്യങ്ങൾ ഒരേ സമയം വിളവെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന ഹോർമോണാണ് അബ്സിസിക് ആസിഡ് എന്നും കൂടെ ഓർത്തു വയ്ക്കുക. നമ്മൾ പ്രധാനമായിട്ട് അബ്സിസിക് ആസിഡിന്റെ അതുപോലെ ഓക്സിന്റെയും ജിബർലിൻസിന്റെയും സൈറ്റോകിന്റെ എത്തിലീന്റെ ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ സസ്യ ഹോർമോണെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓറഞ്ച്, മുന്തിരി, തണ്ണിമത്തൻ മുതലായ വിളകളിൽ കൃത്രിമ ഓക്സിൻ ഉപയോഗിച്ച് വിത്തില്ലാത്ത ഫലങ്ങൾ ഉത്പാദിപ്പിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്സിൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓക്സിൻ എന്ന് പറഞ്ഞ എന്തിനാണ് ഉപയോഗപ്പെടുത്തിയെന്ന് മനസ്സിലാക്കി. ഇനി കൃത്രിമ ഓക്സിൻ ഉപയോഗിച്ചു നമ്മളിപ്പോ മനസ്സിലാക്കിയ എന്താണ്? സസ്യ ഹോർമോൺ കൃത്രിമമായിട്ട് ആ ഹോർമോണെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലേ? അപ്പൊ അങ്ങനെ ആ ഹോർമോണുകൾ കൃത്രിമമായിട്ട് ഓക്സിജൻ ഹോർമോൺ ഉപയോഗപ്പെടുത്തിയിട്ട് വിത്തില്ലാത്ത ഫലങ്ങൾ ഉത്പാദിപ്പിക്കുന്നു. അപ്പൊ അതിന് ഉദാഹരണമാണ് ഓറഞ്ച്, മുന്തിരി, തണ്ണിമത്തൻ മുതലായ വിളകളിൽ ഈ കൃത്രിമ ഓക്സിജൻ ഉപയോഗിച്ചിട്ട്
വിത്തില്ലാത്ത ഫലങ്ങൾ ഉത്പാദിപ്പിക്കുന്നു. ഇത്തരത്തില് ബീജസംയോഗം നടക്കാതെ അണ്ഡാശയങ്ങൾ ഫലങ്ങളായി മാറുന്ന പ്രക്രിയയാണ് പാർത്തനോകാർപ്പി. അപ്പൊ പാർത്തനോകാർപ്പി എന്ന് പറയുന്നത് എന്താണ്? ബീജസംയോഗം നടക്കാതെ ഫലങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ്. ബീജസംയോഗം നടക്കാതെ ഫലങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് പാർത്തനോകാർപ്പി എന്ന് പറയുന്നത് കൂടെ ഓർത്തു വയ്ക്കുക. ഇനി പാർത്തനോകാർപ്പിക്ക് കാരണം എന്താണ്? ഓക്സിൻ എന്ന ഹോർമോൺ, കൃത്രിമ ഹോർമോൺ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ജിബെർലിൻ എന്ന കൃത്രിമ ഹോർമോണും പാർത്തനോകാർപ്പിക്ക് ആവശ്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ കൃത്രിമ ഓക്സിനുകളായ NAA, IBA എന്നിവ ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്ന തടയൽ, വേരുമുളപ്പിക്കൽ എന്നിവയ്ക്കും 2,4-D എന്ന കളനാശിനിയായും ഉപയോഗിക്കും. അപ്പൊ ഓക്സിനുകളുടെ വിവിധ കൃത്രിമ ഓക്സിനുകളാണ് NAA, അതുപോലെ IBA, 2,4-D എന്നിവയെല്ലാം എന്താണ്? ഓക്സിന്റെ വിവിധ വെറൈറ്റീസ് ആണ്. അപ്പൊ ഓക്സിൻ എന്നതിന് കൃത്രിമ ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഈ ഓക്സിൻ, NAA, അതുപോലെ IBA, ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓക്സിന്റെ കൃത്രിമ ഓക്സിനുകളാണ് ഇവ. ഇപ്പൊ ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്ന തടയുന്നതിന് ഉപയോഗിക്കുന്ന കൃത്രിമ ഹോർമോണാണ്. അതുപോലെ തന്നെ 2,4-D എന്ന് പറയുന്നത് ഒരു കീടനാശിയായിട്ട് ഉപയോഗിക്കുന്ന സസ്യ ഹോർമോൺ. ഇത് കൃത്രിമ സസ്യ ഹോർമോൺ ആണെന്ന് കൂടെ ഓർത്തു വയ്ക്കും. ഇതാണ് നമ്മുടെ സസ്യ ഹോർമോണുകൾ, കൃത്രിമമായി ഉപയോഗിക്കുന്ന സസ്യ ഹോർമോണുകളെ കുറിച്ച് മനസ്സിലാക്കി. അതുപോലെ തന്നെ പാർത്തനോകാർപ്പി എന്ന ടേം, അതാണ് പാർത്തനോകാർപ്പി എന്ന ബീജസംയോഗം നടക്കാതെ ഫലം ഉണ്ടാകുന്ന അതിന്റെ ആ പ്രക്രിയയാണ് എന്ത് പറയുന്നത്? പാർത്തനോകാർപ്പി എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹോർമോണുകളെ കുറിച്ച്, സസ്യ ഹോർമോണെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മള് മനുഷ്യ ശരീരത്തില് നമ്മൾ ഹോർമോണെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, പാർശ്വനാളി ഗ്രന്ഥികളുടെ പ്രസക്തിയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. പരീക്ഷയില് ഇപ്രാവശ്യം ചോദിച്ചൊരു ചോദ്യം, അന്തഃസ്രാവി ഗ്രന്ഥികളിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മനുഷ്യ ശരീരത്തിലെ ഹോർമോണുകൾ, അതിന്റെ സവിശേഷതകൾ, അത് എന്തിന്റെ അതിന്റെ ധർമ്മങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പം ഈ ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഉപയോഗമുള്ള ക്ലാസ്സുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ചിൽഡ്രൻസ് ബൈ ഫ്രം മീ. താങ്ക് യു.